അപ്പൊ തുടങ്ങാം. അമ്മയുടെ നല്ലൊരു പൊന്നു മോനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അമ്മമ്മോനെ. ആണോ? അമ്മ മോനല്ല, മോനാണ്. അമ്മയുടെ ഒരു വലിയ സ്വപ്നം രോഹിത് സത്യമാക്കി കൊടുത്ത് ചോദിച്ചാൽ ഏതായിരിക്കും പറയാ? പീസ്ഫുൾ ആയിട്ടുള്ള ലൈഫ്. വളരെ അധികം പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫാണ് ഇപ്പൊ ആ ഒരു അമ്മക്കും ഈ പ്രശ്നേഷിന്റെ സഹോദരിക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സ്വന്തം അമ്മേനെയും പെങ്ങളെയും തന്നെ കുറ്റം പറഞ്ഞിട്ട് ഇപ്പം ഫോർച്യൂണർ മേടിക്കാൻ വേണ്ടി നടക്കുന്നു. ഫോർച്യൂണർ പോയിട്ട് ഒരു പറയും കിട്ടുന്ന എനിക്ക് തോന്നുന്നില്ല ഇവന്റെ ഈ പോക്ക് കണ്ടാല്. മിനറൽ വാട്ടറിന്റെ മുകളിൽ സാനിറ്റൈസർ അടിക്കുക, പഴത്തിന്റെ മുകളിൽ സാനിറ്റൈസർ അടിക്കുക, സാമാനത്തിന്റെ മുകളിൽ അടിക്കുക. ഇങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ്. അയക്കെന്താ പ്രാന്താണ്? അയ്യോ പൊന്നു മോനെ, പ്രാന്ത് എന്ന് പറഞ്ഞ ഈ സൂക്കറിനെ കുറച്ച് കാണരുത്. ഇത് അതുക്കും മേലെ. കുറെ പേര് ചോദിക്കുന്നുണ്ട് അണ്ണാ എപ്പോഴാണ് ജയിലിലോട്ട് പോണേന്ന്. എനിക്ക് അറിയത്തില്ല. പോകാൻ വേണ്ടി വരുമ്പോ നമുക്ക് പോവാം, നെഞ്ചു വിരിച്ചു തന്നെ പോകാം. ആണുങ്ങൾക്കുള്ളതാണ് ജയിലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് പോവാം. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഇവന്റെ ഡയലോഗ് കേട്ടാ വിചാരിക്കും എന്തോ വലിയ സംഭവം ചെയ്തിട്ട് നിരപരാധിയായിട്ട് ഞാൻ അതിൽ നിന്ന് പൊരുതി തിരിച്ചു വരുന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവം അല്ലേ, അതാന്ന് വിചാരോ? പൊട്ടന്ന ലോക പൊട്ടനാണ്, പൊട്ടന്ന ലോക പൊട്ടൻ. ഇത്രയും ഗതികെട്ട ഒരുത്തനെ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. സ്വന്തം അമ്മേനെയും പെങ്ങളെയും കുറിച്ച് ഇവിടെ വന്നിട്ട് ഇങ്ങനെ മോശമായിട്ട് വിളമ്പിയിട്ട് അത് വെളുപ്പിക്കുക. എന്തൊരു നാറിയാണ് നീ. സ്വന്തം പെങ്ങളെ കുറിച്ച് ഒരാൾ പോയപ്പോ തന്നെ മറ്റാൾ കണക്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായിട്ട്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. എന്നൊക്കെ പറയുന്നവനെ ഓടിച്ചിട്ട് പിടിച്ച് കെട്ടിയിട്ട് വെടിവെച്ച് കൊല്ലണം. ഇതൊക്കെ എങ്ങനെ തോന്നുന്ന ഒരാൾക്ക് ഇങ്ങനെ ഇവിടെ ഒന്ന് പറയാൻ വേണ്ടിട്ട്? മെന്റാലിറ്റി എന്തായിരിക്കും? ഇവനെ കാലിനും കൈക്കൊക്കെ ചങ്ങലിട്ടിട്ട് കൊണ്ടുപോകണം. എന്തൊരു വൃത്തി കെട്ടവനാന്ന് ആലോചിക്കുക. എന്തൊരു നാറിയായി ഇവന്. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി.